ഹായ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് അമ്മൻ്റെ അടുത്ത് പോയിട്ട് വരാം. കുറേ ദിവസമായി. ഇപ്പോൾ അവിടെ പോയിട്ട് നോക്കാം എന്ത് കാര്യങ്ങൾ. അമ്മ ഇവിടെ ചോറിൽ ചൂടാക്കിയുണ്ട്. ചോറ് വയ്ക്കാനല്ലമ്മ കുട്ടികൾ വന്നല്ലേ, അപ്പൊ ചോറ് കൊടുക്കുക അവർക്ക്. അതെ, അതിന് വേണ്ടിട്ട് ചൂടാക്കിയിട്ട് കൊടുക്കുക. തണുപ്പ് മഴ അധികല്ല ഇപ്പൊ, തണുത്തത് തിന്നാനാവൂല. അതിന് ചൂടാക്കുന്ന ഇപ്പൊ ഒന്നും തിന്നില്ലല്ലേ. ഇല്ല ഇല്ല. അങ്ങനെ നിനക്ക് വെറും ചാറെണ്ണ തക്കാളി ചാറ് വെച്ചിട്ട് അർജന്റിക്ക് മതി. അത് മതിയല്ലേ? മതി. അങ്ങനെ അമ്മ എല്ലാം ചൂടാക്കിയല്ലമ്മ. അതെപ്പാ, ചോറെല്ലാം ചൂടാക്കി കറി ചൂടാക്കി കുട്ടികൾ വരുമ്പോ ഞാനും വെയിച്ചിട്ടുണ്ടായില്ല. ഇവരിനൊപ്പം വെയിക്കാനായിരിക്കും ഞാൻ നിന്നത്. അതിപ്പോ ചോറല്ലതാ കൊറേ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേ വലട്ടാ. അമ്മ ഇപ്പോ വന്നപ്പോൾ ചോറ് വിളമ്പി കൊടുത്ത്. ഇപ്പോ നല്ല ചോറും തക്കാളി കറിയും പിന്നെ ആടിന്റെ ബോട്ടി കറിയുണ്ട്. നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് അമ്മ. പിന്നെ സൂപ്പ് ആക്കിയിട്ടുണ്ട്. ചൂട് ചൂട് സൂപ്പ് കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയായിരുന്നു. ഈ മയക്കും ഈ ചൂട് ചൂട് സൂപ്പ് കുടിക്കുമ്പോണ്ടല്ല സൂപ്പറായിരുന്നു അമ്മാക്കിയ സൂപ്പ്. അമ്മ ആക്കിയ സൂപ്പ് ഞാൻ കഴിക്കാണ്ട്. അപ്പൊ ഇന്ന് ഗീതക്കും ലീവ്, എനിക്കും ലീവ്, എല്ലാരും ഒന്നുകൂടി. അപ്പൊ അമ്മനെ കാണാന് കുറേ ദിവസമായാലും അമ്മനെ കണ്ട്. അപ്പൊ ഒരു സൂപ്പ് കുടിക്കാൻ ഒരു ഭാഗ്യം കിട്ടി എനിക്ക്. അമ്മക്ക് സൂപ്പ്, അമ്മ ഇന്നലെ വെച്ച സൂപ്പ് മോനക്ക് കിട്ടി. അത് വെക്കുമ്പോഴേ ഓർത്തോണ്ടുണ്ടായി ഓനക്ക് വലിയ കാര്യമാണ് ഇത് എന്ന്. അയ്യാ, അങ്ങനെ അവനക്ക് കിട്ടി. അമ്മന്റെ മനസ്സ് പോലായി. വെച്ചിട്ടായി. അത് നോക്കുമ്പോ ചക്ക ഇതാ, നല്ല വരിക്കച്ചക്ക. അടിപൊളി വലിയ ചോല ഉണ്ടല്ലേ. അപ്പൊ ഇത് രണ്ട് തിന്നണോന്ന് ആശ. അതെ, അങ്ങനെ ഇത് കൊത്തിട്ട് തിന്നല വരട്ടെ. എനിക്ക് ശ്വാസം മുട്ടുള്ള കൊണ്ട് ഇത് തിന്നാൻ വിടൂല. അതെ, അമ്മക്കാവൂല കുറച്ച് തണുപ്പ് പറഞ്ഞിട്ട്. അപ്പൊ ഈ മഴക്കാലത്തില് ഇതന്നെ ചക്ക ഇതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടുമല്ലേ. ചക്ക എന്നിട്ട് തിന്നുന്നു. എന്തായാലും ശരി. നല്ല വരിക്ക ചക്ക നല്ല പഴുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പീസാക്കട്ടെ. നമുക്ക് പീസാക്കാം. വലിയ കത്തി കാണുന്നില്ല. നല്ല മധുരം ഉണ്ടോ നോക്കട്ടെ. സൂപ്പർ, അടിപൊളിയാ. അടിപൊളി മധുരം ഉണ്ട്. ഇതിനെ കൊണ്ട് അപ്പാക്കാണ് നല്ലതല്ലേ. എത്ര മധുരം ഉണ്ടെങ്കിൽ നല്ല മധുരം. അതെ, പഞ്ചസാര തോട്ടുപോകും. പായസമൊക്കെ നല്ല രസമുണ്ട്. ചക്കന്റെ പായസമാക്കാം, ചക്കടയാക്കാം. അപ്പൊ അങ്ങനെ നല്ല മധുരം. അതെ, കാക്കച്ചൊപ്പ് നിറച്ചുണ്ടല്ലേ. കാക്കച്ചപ്പിന്റെ കാക്കപ്പഴം കണ്ട, കാക്കപ്പഴത്തിന്റെ കായ് പഴം കാക്കച്ചൊപ്പുകളല്ലേ. ഈ മഴ വന്നതിനും അതിനും കാക്കച്ചൊപ്പ് നല്ലോണം വന്നു. ഇത് കുട്ടികൾക്കെല്ലാം തിന്നാൻ കൊടുത്ത നല്ലത്. കുട്ടികളെല്ലാ കുട്ടികളും ഇത് കണ്ടത് വേണം പറഞ്ഞിട്ട്. അതെ, നല്ല പാങ്ങുണ്ടാവും അല്ലേ. പുളി മധുരമായിട്ട് ജീർണശക്തിക്കെല്ലാം നല്ലതല്ല ഇത്. അതെ, ജീർണശക്തി. പൊന്നങ്കണ്ണി വലുക്ക, വലിയ പൊന്നങ്കണ്ണി. ഇത് ഇവിടെ നോക്കി, ഇത് ഫുള്ളുണ്ട്. ഇതാ കൊറേ ഉണ്ട്. ഇത് ഈ കണ്ടത്തിലെല്ലാം ഉണ്ടാവും ചെറുത്. ഇത് വലിയ സൈസ്. ഇത് വറവാക്ക, അതിൽ ഉണ്ടാവുന്ന പൂവ്. സീകെ മുള്ള കണ്ടിട്ടുണ്ടോ?
സീകമുള്ള അതാണ് കാണാൻ നമുക്ക്. സീക ഈ സീകമുള്ളിൽ എന്തെല്ലാം ആക്കാ? സീക കയ്യിൽ ഇതിലൊരു കായ് വരും അല്ലേ? ഒരു അവരെ മാതിരി അതില് സീക അതെ പൊടിയാക്കുമല്ലോ, സീകപ്പൊടി തലക്ക് തേക്കാന് ഇതില് ഫുള്ള് മുള്ളുള്ളത്. ഇത് തൊടാനൊന്നും പറ്റില്ല നമുക്കിതിങ്ങനെ. സീക സോപ്പ്, അതെ, സീക പൗഡർ, തലക്കിട്ട് കുളിക്കുന്ന ഷാമ്പു, മുടി വരാത്തവർക്ക് മുടി വരെ പറയുന്നുണ്ട്. അത് നല്ല ഇതാ. ഇത് ആയിട്ടില്ല, ഇഞ്ഞു കായ് ആവാനേ ഉള്ളൂ. അതെ. ഇതിന് വറവ് ആക്കും അത്രേ. അതെ, ഇത് പൊട്ടിക്കണ്ട. പൊട്ടിക്കില്ല ചപ്പിന്. ഇങ്ങനെ പൂവുണ്ടല്ലേ? ഇതിൽ കായാവോ? കായാവും, മുരിങ്ങക്കായ് മാതിരിക്ക് ഒരു കായാവും. ഈ വറവ് ഈ പൂവിനെ വറവാക്കും. അപ്പൊ ഇത് കൊറേ ഉണ്ടായിട്ടില്ല ഈ വറവാക്കാറുണ്ട്. പൂവിനെ വറവാക്കോ? പൂവിനെ. അതെയാ? ചപ്പ് ഇത് മുരിങ്ങ ചപ്പിന് അങ്ങനെ ഉണ്ടാവും വറവാക്ക. അതെ, ഇത് കട്ടാക്കിനെ ഇപ്പൊ ഫുള്ള് കട്ടാക്കിട്ട്. അതെ, റൗണ്ട് ഇതാക്കിനല്ലേ? കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ഞൊരു സ്റ്റെപ്പ് ഇതാ. അതെ. മേലേക്ക് അതേപോലെ ഉണ്ടായി. അതിന് കൊത്തി അടിപൊളിയായിട്ടല്ലേ? എന്താ ഇത്? ഈ പൂവലത്തെ നല്ല ഇവിടുന്ന് മണക്കുണ്ട്. ഇതന്നെ ഞാൻ രാത്രി ബൈക്കിൽ നിർത്തുമ്പോ ഒരു ഭയങ്കര മണോ. എനിക്ക് പേടിയായി. എല്ലാരും പറയണ്ടല്ലോ ഈ പീഡപിശാചികൾ പ്രേതകളെല്ലാം നിന്ന് മണക്കാണ്. ഈ പൂവാണ് ഡെയിലി മണക്കണേ. നല്ല മണമുണ്ട്. വെളുപ്പും ഒരു ചന്ദന മയിൽപിരി പീലി. മയിൽപീലി പറയുന്നത്. അപ്പൊ ഇത് ഇവിടെ എങ്ങനെ വന്നു? മറ്റേ സാധനം ഇല്ല. ഇപ്പൊ ഇവിടെ നിലത്തുനിന്ന് കിട്ടിയത് ഇവിടേക്കെല്ലാം വരുന്നുണ്ടാവും അപ്പൊ അല്ലേ? ഇത്ര അടുത്തേക്കെല്ലാം വരുന്നുണ്ടല്ലേ? നല്ല ഒരു നീറ്റിലുണ്ടാവും അത്, ആസിഡ് പോലത്തെ. ഈ മാങ്ങ മരം ഇതുണ്ടല്ലോ, മാങ്ങ ആടുമാങ്ങ, നല്ല ജീരകമാണ്. അതെയാ? നല്ല സൂപ്പർ മാങ്ങ ഇത്. അങ്ങനെ ഇഷ്ടം പോലെ അല്ലേ ചുണ്ട് മാങ്ങ. നല്ല എനിക്ക് ഇതുവരെ ഇത്ര അടുത്തുണ്ടായിട്ട് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു മാങ്ങ മരല്ലേ വീടിൻ്റെ അടുത്ത്? അപ്പൊ ബാലട്ട് ഇതാ പെറുക്കാൻ പോകുന്നുണ്ട്. ഉണ്ടെന്ന്. ആ ബായന്റെ അപ്പുറത്തുണ്ടോ ഡെയിലി? അതെ, കിട്ടും. ഒന്നെങ്കിൽ ഒന്ന് കിട്ടും. ഒന്നെങ്കിൽ പെറുക്കിട്ടേ വരണോ? കിട്ടിയാ? അതെ, ജീരകമാണല്ലേ? ഇത് ഇപ്പൊ വീണത് കാണല്ലേ? അതെ അതെ അതെ. അങ്ങനെ തോല് കടിച്ച് തിന്നെ പോയാ മധുരമായിട്ട് ജീരകം വേണം. അതെ, ജീരക പായൽ പോലെ ഉണ്ടാവണം അല്ലേ? തിന്നത് നോക്കാം ടേസ്റ്റ്. ബാലേട്ട് തിന്നിട്ടാകുമ്പോ എനിക്ക് വായിൽ വെള്ളം.
എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളിയല്ല? കറിയാക്കാൻ നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ. നാളത്തെ നാളെ. കാണാം.